എല്ലാവർക്കും പരാതിയാണ്. ആർക്കും സ്നേഹം കിട്ടുന്നില്ല. ആരും ആരെയും സ്നേഹിക്കുന്നില്ല. സ്നേഹം മുഴുവൻ സ്വന്തത്തോട് മാത്രമാണ്. ഈ പരാതി പറയുന്നവരും അങ്ങനെ തന്നെയാണ് എന്നതാണ് രസം. ചുരുക്കത്തിൽ എല്ലാവരും സ്വന്തത്തെ മാത്രം സ്നേഹിക്കുന്ന, മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാത്തവരായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ഇന്ന് ജീവിതം ഒരു മത്സരമാണ്. വിദ്യാഭ്യാസം, ജോലി, വിവാഹം എന്നിങ്ങനെ ജീവിതത്തിന്റെ സർവ മേഖലകളിലും കടുത്ത മത്സരം കുടികൊത്തി വാഴുകയാണ്. ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിവോ അറിവോ മാത്രം പോരാ. ഏതവസ്ഥയിലും മനസ്സിനെ കല്ലാക്കി മാറ്റുവാനുള്ള കഴിവ് കൂടി വേണം. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന അവസ്ഥയാണ്. അതിന് കഴിയാത്തവർ ഈ മത്സരത്തിൽ വീണുപോകുന്നു. പിന്നാലെ വരുന്നവർ ഇവരെ ചവിട്ടിക്കുഴച്ച് മുന്നോട്ടു പോകുന്നു. ആർക്കും ആരെയും കാത്തു നിൽക്കാൻ സമയമില്ല. ഇത് ഒരു തരം മാനസിക രോഗമാണ്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിൽ ആളുകൾക്ക് സ്വന്തം പ്രാധാന്യത്തെ പറ്റി അമിതമായ ബോധ്യമുണ്ട്. തങ്ങളെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നു. അതുപോലെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരിൽ നിന്നും അഭിനന്ദനം കിട്ടണമെന്നും അവർ മോഹിക്കുന്നു. ഈ വൈകല്യമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള കഴിവുണ്ടായിരിക്കുകയില്ല. വളരെ ചെറിയ വിമർശനത്തിൽ പോലും അവർ അസ്വസ്ഥരാകുന്നു. ഇങ്ങനെ പ്രത്യേക ശ്രദ്ധയോ അഭിനന്ദനങ്ങളോ കിട്ടാതെ വരുമ്പോൾ അവർ പെട്ടെന്ന് നിരാശരും അസന്തുഷ്ടരുമാകുന്നു. അമിതമായ പ്രശംസ ആഗ്രഹിക്കുക, തങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടെന്ന് വിശ്വസിക്കുക, സ്വന്തം ശക്തിയിലും സൗന്ദര്യത്തിലും അമിതമായി അഭിരമിക്കുക, തങ്ങൾ മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്ന് വിചാരിക്കുക, പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുക, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ നിന്ദിക്കുക എന്നിവയെല്ലാം ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് തങ്ങളോട് അസൂയയാണെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. അഹങ്കാരം, പൊങ്ങച്ചം എന്നിവ ഇവരുടെ കൂടപ്പിറപ്പാണ്. തങ്ങളുടെ നേട്ടങ്ങളും കഴിവുകളും ഉള്ളതിനേക്കാൾ വലുതായി തോന്നിപ്പിക്കുവാനും ഇക്കൂട്ടർ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് സ്വയം ഒരു തുരുത്തായി ഇവർ മാറുന്നു. വീട്ടിലും നാട്ടിലും ക്രമേണ ഇവർ ഒറ്റപ്പെടുന്നു. സ്വസ്ഥമായ ഗൃഹാന്തരീക്ഷവും സഫലമായ സാമൂഹ്യ ജീവിതവും ഇവർക്ക് നഷ്ടമാവുന്നു. സാധാരണഗതിയിൽ മികച്ച കൗൺസിലിംഗ് കൊണ്ട് ഈ അവസ്ഥ മാറ്റിയെടുക്കാനാവും. എന്നാൽ കൂടുതലായാൽ ചിലപ്പോൾ കടുത്ത തെറാപ്പി തന്നെ വേണ്ടിവരും. മറ്റു പല മാനസിക രോഗങ്ങളെയും പോലെ തന്നെ ഇതിന്റെ കാരണവും അജ്ഞാതമാണ്. പാരമ്പര്യവും പാരിസ്ഥിതികവുമായ കാരണങ്ങൾ ഉണ്ടാവാമെന്ന് ശാസ്ത്രം പറയുന്നു. വെള്ളത്തിലെ സ്വന്തം പ്രതിബിംബത്തെ കണ്ട് അതിനെ അഗാധമായി പ്രണയിച്ച നാർസിസസ് എന്ന ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രത്തിന്റെ പേരിൽ നിന്നാണ് നാർസിസിസം എന്ന വാക്കുണ്ടായത്. സ്വന്തത്തോടുള്ള അമിതമായ സ്നേഹത്തെയാണ് ഈ അവസ്ഥ കുറിക്കുന്നത്. ഈ അവസ്ഥയിലൂടെ രോഗി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ NPD എന്ന പേര് വന്നത്. നാർസിസസ് എന്നോ മരിച്ചു, പുരാണവും പഴങ്കഥയായി. എന്നാൽ നാർസിസിസം ഇന്നും ജീവിക്കുന്നു.